സിനിമ നിങ്ങളുടെ കാക്കയുടെ തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. അപ്പൊ നിങ്ങളുടെ സിനിമ പറയുന്നത് ദൃശ്യം സിനിമ കണ്ടതിന് ശേഷം വേണമെങ്കിൽ ഞങ്ങളുടെ സിനിമ കാണും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ സിനിമ ദൃശ്യം സിനിമയേക്കാൾ നല്ലതായിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻ അല്ല. നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സിനിമ അതിനുശേഷം കാണുന്ന ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒക്കെയാണ് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത്. ചിലപ്പോ അടിപൊളി സിനിമ ഡോസ് ആയാലും പറയാൻ പറ്റില്ലല്ലോ. അതെങ്കിലും നമുക്ക് അറിയില്ല. നമ്മുടെ ദൃശ്യം എന്ന് പറയുന്നത് ഓൾറെഡി അതിനൊരു ഫാൻ ഫോളോയിങ് ഉണ്ട്. എന്ത് പറഞ്ഞാലും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ദൃശ്യമാണ്. ഞാനാണെങ്കിൽ ആദ്യം പോയി കാണുന്നത് ദൃശ്യമായിരിക്കും അല്ലേ? അപ്പൊ അല്ല, അത് കണ്ടിട്ട് കണ്ടോട്ടെ, പ്രശ്നമില്ല. നമുക്ക് അല്ല, അങ്ങനെ കാണുന്നവരുണ്ടാവല്ലോ, അങ്ങനെ കാണുന്നവരുടെ അത് അല്ല ഞാൻ പറയുന്നത്. അത് നമ്മള് ആരായിട്ട് ഒരു പ്രശ്നത്തിന് ഞങ്ങളുടെ സിനിമ മാത്രം ആദ്യം പോയി കാണുമ്പോൾ പറയാമല്ലോ. പ്രേക്ഷകർക്ക് ഓരോ ഇതുണ്ടാവില്ല, പ്രേക്ഷകർക്ക് ഓരോ ചോയ്സ് ഉണ്ടാവും. ഞാൻ പറയുന്ന ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും എന്റെ ലൈഫില് ഞാൻ പഠിച്ചു പോകുന്ന കാര്യം ഞാൻ ഒന്നിനും ഒരാളെ ഫോഴ്സ് ചെയ്യാറുണ്ട്, മനസ്സിലായി? അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മള് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ്. നമുക്ക് ഇപ്പൊ കാക്കി തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും അത് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല നമ്മളെ ഓഡിയൻസിന്. അവര് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടോട്ടെ, അത്രേ പറയാനുള്ളൂ. അവർക്ക് ആദ്യം കാണണമെന്ന് കഴിഞ്ഞാൽ അത് കണ്ടോട്ടെ. ദൃശ്യം കണ്ട് കഴിഞ്ഞിട്ട് കാണാനാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണെന്നേ, കണ്ടാൽ മതി, മനസ്സിലായോ? ആദ്യം കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കണ്ടാൽ മതി. പക്ഷെ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഓഡിയൻസിന് എന്താ പറയാ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന സിനിമ തന്നെ ആയിരിക്കും. കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും ഒരേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരല്ല. അപ്പൊ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ, അല്ലേ? മോഹൻലാൽ ഫാൻസ്, എന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റാണ് ഞാൻ വന്നത്. അല്ല, ഞാൻ പറഞ്ഞു വെറുതെ മോഹൻലാൽ ഫാൻസിനെ കൊണ്ട് ചീത്ത പറയിപ്പിക്കാനായിട്ട് അല്ല. അതെ, നമ്മള് പറഞ്ഞല്ലോ, നമ്മള് വൃത്തിയായിട്ട് പറഞ്ഞല്ലോ. അതിന് നമ്മള് വെറുതെ അതിന് എന്റെ സിനിമ ആദ്യം കാണണം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ബ്രോ, അത് കാണാൻ താല്പര്യമുള്ളത് കണ്ടോട്ടെ, കുഴപ്പമില്ലെന്നേ. നമ്മളിപ്പോ നിർബന്ധിച്ച് എന്റെ വേണം ആദ്യം കാണുന്നത്. നിങ്ങൾ എന്റെ വേണം ആദ്യം കാണാൻ പോകും. അങ്ങനെ ഒരു സിനിമ മോശമാക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ദൃശ്യം സിനിമകൾ അതെനിക്ക് അറിയില്ലല്ലോ, എപ്പോഴും അറിയില്ല. ഞാൻ ദൃശ്യം കണ്ടിട്ടില്ല. അതൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ദൃശ്യം സിനിമ കാണാതെ ഞാൻ ദൃശ്യ സിനിമകളെക്കാളും നല്ല സിനിമ ഇതാണെന്നൊക്കെ പറയുന്നതാണ്. അപ്പം മേളിലിരുന്ന് തുമ്മാൻ വേണ്ടിയിട്ട് മനസ്സിലല്ല, നമ്മള് കാര്യം മനസ്സിലായി. പക്ഷെ അതേപോലെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ദൃശ്യം സിനിമയാണ് നല്ല സിനിമയാണെന്ന്. അതൊക്കെ ഓഡിയൻസ് തീരുമാനിക്കും. നമുക്കെപ്പോഴും നമ്മുടെ സിനിമകൾ എപ്പോഴും പ്രിയപ്പെട്ട സിനിമ തന്നെയാണ്. അല്ലെങ്കിൽ ആ സിനിമ ഓഡിയൻസ് കാണണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് നമുക്ക് ഉള്ളത്. പക്ഷെ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന പോലെ വേറൊരു സിനിമയെ മോശമായി കാണിച്ചിട്ട് അങ്ങനെ ചെയ്യും. ദൃശ്യം സിനിമയെക്കാളും നല്ല ഞങ്ങളുടെ സിനിമ എന്ന് പറയും. പിന്നെ എന്താ പറയാ, ആ സിനിമ തിയേറ്ററിൽ വന്നോണ്ടല്ലോ. ദൃശ്യം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് ഞങ്ങൾക്കാണ്. അല്ല, ഇപ്പൊ ഒരു ഓവർഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സിനിമയും കാണാൻ ഓഡിയൻസ് കയറും. ഇപ്പോൾ ഒരു സിനിമയും തിയേറ്ററിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഓഡിയൻസ് വരാനായിട്ടുള്ള മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഓൾറെഡി തിയേറ്ററിലേക്ക് സിനിമ ഇറങ്ങിയേക്കല്ലേ. അങ്ങനെ ഒരു സിനിമ, ഒരു വലിയ സിനിമ ഇറങ്ങിയില്ല, ഒരു ഫ്രാഞ്ചൈസി, ദൃശ്യം എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസി മൂവി ഇറങ്ങിയേക്കാണ്. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ സിനിമ നിൽക്കുമ്പോൾ അതും ഓഡിയൻസ് കാണുമെന്ന് പറയുന്ന സന്തോഷം നമുക്ക് എന്തുള്ളത്, ആ കാര്യങ്ങളിൽ സന്തോഷിക്കാന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ തിയേറ്ററുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. 80 തിയേറ്ററുണ്ട്, കുഴപ്പമില്ലാതായിട്ടുണ്ട്. കാരണം എല്ലാ സിനിമകളും നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നല്ലോ. ഇപ്പോൾ വെക്കേഷൻ ടൈമുള്ള അല്ലെ, സിനിമ കണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓഡിയൻസ് ഈ പറയുന്ന പോലെ തിയേറ്റർ കൂടുതൽ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിയേറ്റേഴ്സ് കൂടുതലായിരിക്കും. കാരണം വെക്കേഷൻ ടൈമാണ്. അപ്പോൾ എല്ലാ ആഴ്ചയും സിനിമകളും ഓരോന്ന് ഇറങ്ങുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം. എല്ലാവരും കണ്ടു കഴിഞ്ഞ് വരുന്നുള്ളൂ ഓഡിയൻസ്.